എല്ലാ പ്രേക്ഷകർക്കും വൈറൽ ചായയുടെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ആദ്യം സംസാരിക്കാൻ പോകുന്നത് ദിലീപ് കേസിനെ കുറിച്ച് തന്നെയാണ്. 9 ദിവസങ്ങൾക്ക് ശേഷം ഡിസംബർ 8 തീയതി ആകാൻ പോവുകയാണ്. എല്ലാവരും കാത്തിരിക്കുന്ന, കേരള സമൂഹം അക്ഷമരായി കാത്തിരിക്കുന്ന നടി ആക്രമിച്ച കേസിന്റെ വിധി എന്താകുമെന്ന് ഡിസംബർ 8 തീയതി അറിയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി അറിയേണ്ടത് ഈ നടി ആക്രമിച്ച കേസും ദിലീപിന്റെ ബബ്ബ റിലീസും ഇങ്ങനെ സൈമൾട്ടേനിയസ്ലി രണ്ട് അറ്റത്തോടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അതായത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ദിവസങ്ങളാണ് ഇനി കടന്നു വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ഇല്ല, കാരണം എന്താണ്, ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ് 8 വർഷമായിട്ട് ദിലീപ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇനി 9 ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ അതിന്റെ വിധി വരാൻ. നേരെ മറിച്ച് സിനിമാ ജീവിതം എടുത്ത് നോക്കിയാൽ ഇനി ഒരു 20 ദിവസം കഴിഞ്ഞാൽ ദിലീപിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ റിലീസായ ബബ്ബയുടെ റിലീസും കൂടിയാണ്. ഇത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ ഒരു ഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ദിലീപിന് സ്ഥിരമായി സംഭവിക്കുന്ന കാര്യമല്ലേ. അതായത് ദിലീപിന്റെ ഒരു സിനിമ റിലീസാകുമ്പോഴേക്കും പല പല വിവാദങ്ങൾ വരും, പല പല പ്രശ്നങ്ങൾ വരും, പല പല ബുദ്ധിമുട്ടുകൾ വരും, അങ്ങനെ പല പല രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. പക്ഷേ ഇതൊരു പ്രശ്നമൊന്നുമല്ല. ഇത് കേരള സമൂഹം ചർച്ച ചെയ്യുന്ന, കഴിഞ്ഞ 8 വർഷമായിട്ട് നീതി വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന കേരള സമൂഹത്തിന് മുന്നിലേക്കാണ് ഡിസംബർ 8 തീയതി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഈ വിധിയുമായി മുന്നോട്ട് വരുന്നത്. പക്ഷേ നമുക്കറിയാലോ, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നാൾ വഴികളിലൊക്കെ തന്നെ പലപ്പോഴായി പല ഘട്ടങ്ങളിൽ പോലും ദിലീപിന് അനുകൂലമായി മാറുന്ന പല പല സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വന്ന സമയത്തോ അല്ലെങ്കിൽ ഈ മൊഴിമാറ്റലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടന്നപ്പോൾ പോലും താരസംഘടനയിലുള്ളവർ തന്നെ പലരും, ഇപ്പോൾ സിദ്ദിഖ്, ബിന്ദു പണിക്കര്, ഭാമ, ഇടവേള ബാബു തുടങ്ങിയവരൊക്കെ തന്നെ ആദ്യം കൊടുത്ത മൊഴിയല്ല പിന്നീട് കോടതി മുമ്പാകെ വന്നപ്പോൾ പറഞ്ഞത്, അവരൊക്കെ മൊഴി മാറ്റുകയാണ് ചെയ്തത്. ആ മൊഴി മാറ്റുന്ന സാഹചര്യവും ദിലീപിന് അനുകൂലമായി മാറുന്നു. അങ്ങനെ പല പല ഘട്ടങ്ങളിൽ ദിലീപിന് അനുകൂലമായി കാര്യങ്ങൾ മാറുമ്പോഴേക്കും വിധി ദിലീപിന് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ ചോദ്യം ചെയ്യുന്ന ഒരു ചോദ്യവും കൂടിയായിട്ട് നിൽക്കുന്നത് ദിലീപിന് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ബബ്ബയുടെ ട്രെയിലർ ഡിസംബർ 8 തീയതി റിലീസിനെത്തും എന്നുള്ളതാണ്. അതായത് പുറത്തുവിടും, യൂട്യൂബിലൂടെ അവർ പുറത്തുവിടുന്നത് ഡിസംബർ 8 തീയതി ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതെന്തുകൊണ്ടായിരുന്നു? ഈ സിനിമയുടെ ട്രെയിലറും നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള വിധിയും വരാൻ പോകുന്നത് ഡിസംബർ 8 തീയതിയാണ് എന്നുള്ള ഹൈലൈറ്റ് ആയിരുന്നു അതിന് പിന്നിൽ. അതായത് ഏകദേശം ഉച്ചയോടുകൂടി, ഡിസംബർ 8 തീയതി ഉച്ചയോടുകൂടി നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി വരുന്നു. വൈകുന്നേരത്തോടുകൂടി ബബ്ബയുടെ ട്രെയിലറും പുറത്തു വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം മുതൽ ഒരുപാട് സ്പെക്കുലേഷൻസ് ഇങ്ങനെ പരന്ന് നടക്കുന്നത് ഡിസംബർ 8 തീയതി ഇതിൻ്റെ ട്രെയിലർ പുറത്ത് വരില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ബബ്ബയുടെ ട്രെയിലറേ ഉണ്ടാകില്ല എന്നുള്ള രീതിയിലേക്കും കാര്യങ്ങൾ മാറുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ഡിസംബർ 8 നിന്നും 9 ട്രെയിലർ മാറ്റാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതാണ്. അതായത് വിധി വന്ന നാൾക്ക് ശേഷമുള്ള അടുത്ത ദിവസം 9 തീയതി, ഡിസംബർ 9 തീയതി ഇതിൻ്റെ ട്രെയിലർ പുറത്തുവിടാനാണ് ഗോകുലം മൂവീസ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഗോകുലം മൂവീസ് ആണല്ലോ ഈ സിനിമയുടെ നിർമ്മാതാക്കൾ. അപ്പോൾ അങ്ങനെയാണ് ശ്രീ ഗോകുലം മൂവീസ് പ്ലാൻ ചെയ്യുന്നത്. ഡിസംബർ 9 തീയതി ഇതിൻ്റെ ട്രെയിലർ പുറത്തുവിടുക എന്നുള്ളതാണ്. 9 കഴിഞ്ഞ് 18 റിലീസ്. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ പ്ലാൻ എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യപ്രകാരം മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കാര്യങ്ങൾ കടന്നു പോകുമ്പോഴാണ് ഇങ്ങനൊരു രീതിയിലേക്കും കൂടി കാര്യങ്ങൾ മാറുന്നത് എന്നതും കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും കൂടിയാണ്. പ്രത്യേകിച്ച് വിധി വരാൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കാം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്, എങ്ങനെയായിരിക്കാം ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് തുടങ്ങിയ സാഹചര്യങ്ങളൊക്കെ മലയാളികൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ ബബ്ബ എന്ന സിനിമയെക്കുറിച്ച് മാത്രം നമുക്ക് സംസാരിക്കാം. നിലവിലെ പശ്ചാത്തലം, അതിനുശേഷം നമുക്ക് വിധിയിലേക്ക് വരാം. ബബ്ബ ഏറ്റവും കൂടുതൽ മലയാളി പ്രേക്ഷകർ 2025 അവെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിനിമ ഉണ്ടെങ്കിൽ അത് ബബ്ബയാണ്. തർക്കമൊന്നുമില്ല, അതിനകത്ത് ഒരു കാര്യവും തർക്കവുമില്ല. അപ്പോൾ അവതാർ വരുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഡിസംബറിൽ തന്നെ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. ഇപ്പോൾ അവതാർ സർവമായ നിവിൻ പോളിയുടെ ഒരു കമ്പാക്ക് എന്ന രീതിയിൽ ഒരു പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സിനിമയും കൂടിയാണ്. മാത്രമല്ല ഡിസംബർ 5 ദുരന്തർ വരുന്നുണ്ട്, അഖണ്ഡ 2 വരുന്നുണ്ട്, റേച്ചൽ എന്ന ഹണി റോസ് ചിത്രം ഡിസംബർ 12 തീയതി വരുന്നുണ്ട്. ഈ മാസം ഒരുപാട് സിനിമകൾ ഇങ്ങനെ കെട്ടി വരികയാണ്. ഇപ്പോൾ പൊങ്കാല, ശ്രീനാഥ് ബാസിയുടെ പൊങ്കാല ഡിസംബർ 5 തീയതി റിലീസിനെത്തുകയാണ്. അതുപോലെ നിരവധി സിനിമകൾ, ഇപ്പോൾ കാർത്തി നായകനായി എത്തിയ വാവാത്തിയര് റിലീസിനെത്താൻ പോവുകയാണ്. ഒരുപാട് സിനിമകൾ ഈ മാസം ഡിസംബറിന് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ഈ സിനിമകൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജോ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ശമ്പളമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പലരും എത്തുന്നുണ്ടെങ്കിൽ പോലും ബബ്ബ അത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിൻ്റെ ടീസറൊക്കെ റിലീസ് ചെയ്തതിനു ശേഷം, അനൗൺസ്മെൻറ്റ് വീഡിയോ ഒക്കെ പുറത്തിറങ്ങിയതിന് ശേഷം മ്യൂസിക് ആൻഡ് BGM ചെയ്യാനിരുന്ന ഷാൻ റഹ്മാനെ മാറ്റിയിട്ട് ഷാൻ റഹ്മാനെ മ്യൂസിക്കിൽ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് BGMൽ ഗോപി സുന്ദറിനെ ഇൻക്ലൂഡ് ചെയ്യുന്നു. അങ്ങനെ പല മാറ്റങ്ങളും ബബ്ബയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷൂട്ട് ചെയ്തതിൽ ലാലേട്ടൻ്റെ പോർഷൻസിൽ തൃപ്തരല്ല ഇൻ ദ സെൻസ് ഷൂട്ട് ചെയ്തതിലല്ല, മ്യൂസിക് അതിൽ ശരിയാകുന്നില്ല എന്നതിൻ്റെ ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് BGMൽ നിന്നും ഷാൻ റഹ്മാനെ മാറ്റി ഗോപി സുന്ദറിലേക്ക്
തിയേറ്ററുകളിലേക്ക് അതെത്തുന്നത് അത് വളരെ അപ്രത്യക്ഷിതമായിരുന്നു. കാരണം ജെക്സ് ബിജോയ് ആയിരിക്കാം വരിക എന്നുള്ളതായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഗോപി സുന്ദറിന് നറുക്ക് വീഴുകയും ഗോപി സുന്ദർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതിട്ട് പെട്ടപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിലൊക്കെ തന്നെ താൻ ബബബയിൽ ഇന്നാണ് എന്നത് ഗോപി സുന്ദറാണ് ആദ്യമായിട്ട് അറിയിക്കുന്നത്. പിന്നീടാണ് ഒഫീഷ്യലി ടീം തന്നെ പോസ്റ്റേഴ്സിൽ ഗോപി സുന്ദറിൻ്റെ പേര് ആഡ് ചെയ്യുകയും ചെയ്തത്. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് പാർട്ട് ആൻഡ് പാർസലായിട്ട് തന്നെ ബബബ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഒരുപാട് അവെയിറ്റ് ചെയ്യുന്ന, ഒരുപാട് തിയേറ്റർ മൊമെൻറ്റ്സ് നൽകാൻ കഴിയുന്ന, ഒരുപാട് രീതിയിൽ ഈ സിനിമയെ അങ്ങോട്ട് ദിലീപിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു സിനിമയായിട്ട് മാറ്റാൻ കഴിയുന്ന രീതിയിലേക്ക് ബബബയെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുള്ള അഭിമുഖങ്ങളിൽ നമുക്കറിയാം ഇതൊരു അമർ ചിത്രകഥ പോലെയാണ്, ഇതിൻ്റെ ലോജിക്ക് നോക്കരുത്, നോ ലോജിക് ഓൺലി മാഡ്നസ് എന്നുള്ളത് ലാലേട്ടൻ തന്നെ പറഞ്ഞിരുന്നൊരു കാര്യം കൂടിയാണ്. അങ്ങനെ ലോജിക്ക് നോക്കരുത്, ഇതൊരു ഭ്രാന്തൻ സിനിമയാണ് എന്നത് മോഹൻലാലിൻ്റെ വാക്കുകളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭ്രാന്തൻ സിനിമ എന്നത് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മലയാളി ഓഡിയൻസ് മാറിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ്. കാരണം പല എക്സ്പെരിമെൻ്റൽ മൂവീസും ഇവിടെ ഒന്ന് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. അങ്ങനെ ഒരു ലോജിക് ഇല്ലായ്മ, ഒരു മാസ് ഫൺ ഫീൽഡ് പടം ബബബ എങ്ങനെയായിരിക്കും സ്വീകരിക്കപ്പെടുക എന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ മേളിൽ നമ്മൾക്ക് നിൽക്കാൻ പറ്റുന്നതാണ് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട്. ഞാൻ ഒരിക്കലും പറയില്ല ഈ നടിയെ ആക്രമിച്ച കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട് ഈ സിനിമയുടെ ഇത് നിൽക്കുമെന്നുള്ളത്. കാരണം വീണ്ടും ഒന്ന് ഇരുത്തി ആലോചിക്കുമ്പോൾ 2017 എന്താ സംഭവിക്കുന്നത്? 2017 ജൂലൈ 10 ദിലീപ് അറസ്റ്റിലാണ്. ദിലീപിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടാണ് സെപ്റ്റംബർ 28 രാമലീല എന്ന സിനിമ വരുന്നത്. അതായത് അന്ന് രാമലീല എന്ന സിനിമയ്ക്ക് വേണമെങ്കിൽ പോലും ആളുകൾക്ക് ബഹിഷ്കരിക്കാമായിരുന്നു. അന്ന് ആളുകൾ എന്താ ചെയ്തത്? ആദ്യ ഷോ മുതൽ ആളുകൾ ഈ സിനിമ കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. 2017 ഏറ്റവും കൂടുതൽ ആളുകൾ സിനിമയ്ക്ക് കയറിയ അന്നത്തെ ഇൻഡസ്ട്രി ഹിറ്റ്, 2017 ഇൻഡസ്ട്രി ഹിറ്റായിട്ടാണ് രാമലീല മാറിയത്. അപ്പോൾ രാമലീല ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറണമെങ്കിൽ 2017 ബാക്കിയുള്ള സിനിമകളെ എല്ലാം അപേക്ഷിച്ച് രാമലീല ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിട്ട് മാറണമെങ്കിൽ സ്വാഭാവികമാണ് കുടുംബ പ്രേക്ഷകർ ഉൾപ്പെടെയുള്ളവർ ആ സിനിമയ്ക്ക് കയറിയിരിക്കണം. അതായത് ദിലീപിൻ്റെ ഓഡിയൻസ് ദിലീപിനെ അറസ്റ്റ് ചെയ്ത് ആ വർഷം പോലും ഇട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇനി ഇവിടെ വരുമ്പോഴേക്കും വിധി അനുകൂലമോ പ്രതികൂലമോ ആയാൽ പോലും സിനിമയായിട്ട് കാണുന്ന ഒരു വലിയ വിഭാഗം മലയാളി ഓഡിയൻസ് ഉണ്ട്. അത് വിധിയെ ബാധിക്കാത്ത രീതിയിൽ തന്നെ സിനിമയെ മാത്രം കാണാൻ നിൽക്കുന്ന ആളുകളുമുണ്ട്. അവർ ബബബയെ സ്വീകരിക്കുമെന്നുള്ള രീതിയിലേക്ക് വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് അണിയറ പ്രവർത്തകർ മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ട്രെയിലർ മാറ്റിയോ എന്നുള്ള സംശയങ്ങളൊക്കെ നിൽക്കുന്നത്. 8-ാം തീയതിയിൽ നിന്ന് 9-ാം തീയതിയിലേക്ക് മാറ്റിയോ അല്ലെങ്കിൽ മൊത്തത്തിൽ മാറ്റിയോ എന്നുള്ള സംശയങ്ങളൊക്കെ നിൽക്കുകയാണ്. ഇതൊന്നും ഔദ്യോഗികമായി വരാണ്ട് നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല ഈ ബബബ ടീമിൽ എന്താ സംഭവിക്കുന്നത്. കാരണം ഈ മ്യൂസിക് ഡയറക്ടറിൻ്റെ കാര്യം ഉൾപ്പെടെ വളരെ അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയും പിന്നീട് അത് സത്യമാവുകയും മാറുകയും ചെയ്തതാണ്. അതുകൊണ്ട് കൃത്യമായൊരു ധാരണയില്ല എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുതയിൽ നിൽക്കുമ്പോഴാണ് ഈ ട്രെയിലർ റിലീസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഒരു ഭാഗത്ത് നിൽക്കുന്നത്. ആ ചർച്ചകൾ കൂട്ടുപിടിച്ചുകൊണ്ട് വിധിയെ കാര്യം കൂടി നോക്കിക്കൊണ്ട് ബബബ എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്താണ് അണിയറയിൽ ഒരുക്കി വയ്ക്കുന്നത് എന്നുള്ളതും ഉറ്റുനോക്കുകയാണ് സിനിമാ പ്രേക്ഷകർ. നിന്റെ അന്ത്യം ആരംഭിച്ചു കഴിഞ്ഞു. എൻ.എം. ബാദുഷ പരസ്യമായി വെല്ലുവിളിക്കുകയാണ് ഹരീഷ് കണാരനെ. വെല്ലുവിളി എന്നൊന്നും പറഞ്ഞാൽ പോരാ, വധഭീഷണിയാണ് മുഴക്കുന്നത് എന്നത് വേണം തന്നെ പറയാൻ. ഹരീഷ് കണാരൻ എൻ.എം. ബാദുഷ തമ്മിലുള്ള തർക്കം തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായി, 2-3 ദിവസമായി. ഹരീഷ് കണാരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞു താൻ 20 ലക്ഷം രൂപ ബാദുഷയ്ക്ക് കടം കൊടുക്കുകയും ബാദുഷ അതിനുശേഷം ആ പൈസ ഇതുവരെ തിരികെ തന്നിട്ടില്ല എന്നുള്ളതുമാണ് ഹരീഷ് കണാരൻ പറയുന്നത്. മാത്രമല്ല പൈസ തന്നില്ല എന്നതിനേക്കാൾ ഉപരി തനിക്ക് കിട്ടേണ്ട സിനിമകളിൽ നിന്നെല്ലാം തന്നെ ഒഴിവാക്കിയത് എൻ.എം. ബാദുഷയാണെന്നുള്ള നിർണായകമായ വളരെ ഗുരുതരമായ വെളിപ്പെടുത്തൽ കൂടി ഹരീഷ് കണാരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞതിന് ശേഷം എൻ.എം. ബാദുഷ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ സോഷ്യൽ മീഡിയയിലൂടെ 20-ാം നൂറ്റാണ്ട് എന്ന സിനിമയിൽ ശേഖരൻകുട്ടിക്ക് നേരെ മോഹൻലാലിൻ്റെ കഥാപാത്രം കൊടുക്കുന്ന മറുപടിയായിട്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതുകൊണ്ട് എൻ.എം. ബാദുഷ പറയുന്നത്. എനിക്ക് പറയാനുള്ളത് ഇതാണ്, ബാക്കിയെല്ലാം റേച്ചൽ എന്ന സിനിമയുടെ റിലീസിന് ശേഷം പറയുമെന്ന് എൻ.എം. ബാദുഷ പറയാൻ ഉള്ള ധൈര്യം എവിടെ നിന്നാണ് അദ്ദേഹത്തിന് വന്നത് എന്നുള്ളതാണ് ചോദ്യം. റേച്ചൽ എന്ന സിനിമ ഡിസംബർ 6-ാം തീയതിയായിരുന്നു ആദ്യം റിലീസിന് എത്തേണ്ടിയിരുന്നത്. പിന്നീട് കഴിഞ്ഞ ദിവസം ഒഫീഷ്യലി അതിൻ്റെ അണിയറ പ്രവർത്തകർ വന്ന് പറയുന്നു ഡിസംബർ 12-ാം തീയതി റേച്ചൽ എന്ന സിനിമയുടെ റിലീസ് മാറ്റിവെച്ചിരിക്കുന്നു. 12-ാം തീയതി ചിത്രം റിലീസിനെത്തും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ. എൻ.എം. ബാദുഷയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹം ഒരു തരത്തിൽ പോലും ഒരു വാക്ക് പോലും പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് തൻ്റെ സിനിമയായ റേച്ചലിന് ശേഷം മാത്രമേ താൻ എന്തും പ്രതികരിക്കൂ എന്നുള്ളതാണ്. ഇപ്പോൾ റേച്ചലുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഏകദേശം കുറച്ചധികം വർഷങ്ങൾ ഈ റേച്ചലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 2-2.5 വർഷമായി റേച്ചലിൻ്റെ ഷൂട്ടിംഗ് തന്നെ ആരംഭിച്ചിട്ടും ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കുറച്ചധികം നാളുകൾക്ക് മുമ്പ്, ഏകദേശം മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആദ്യം റിലീസ് ഡേറ്റ് തീരുമാനിച്ചതാണ്. പിന്നീട് അതിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റുകയും ചെയ്തു. പറഞ്ഞു വരുന്നത് എൻ.എം. ബാദുഷ ഇതിന് മറുപടി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് പരസ്യമായ ഭീഷണി വീഡിയോ ആണ്
എൻ.എം. ബാദുഷ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു വധഭീഷണി മോഡിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇതാണ് ഇവിടുത്തെ ചോദ്യം. ഇതാണ് ഈ മാഫിയ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കപ്പെടുന്നത്. ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിലെ ആളുകൾ വന്ന് പറയുന്നത് ഡയലോഗ് കൊള്ളാം, പക്ഷേ വാങ്ങിയ കാശ് തിരികെ കൊടുക്കൂ എന്നുള്ളതാണ്. 20 ലക്ഷം രൂപ തനിക്ക് ആവശ്യമായ ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ സഹായിച്ച ഹരീഷ് കണാരൻ എത്ര വർഷം ആ തുകയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു എന്നതും കൂടി നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പല ന്യായങ്ങളും ഹരീഷ് കണാരൻ്റെ ഭാഗത്താണ് എന്നുള്ള രീതിയിലേക്ക് സംസാരങ്ങളും വരുന്നത്. ഹരീഷ് കണാരൻ 20 ലക്ഷം രൂപ വളരെ അത്യാവശ്യമായിട്ട് തനിക്ക് വേണമെന്ന് ബാദുഷ പറഞ്ഞപ്പോൾ അത് കൈയോടെ കൊടുക്കുകയും കടമായിട്ടാണ് കൊടുത്തത്. കടമായിട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ കൊടുത്ത വ്യക്തി തിരിച്ചു ചോദിക്കുമ്പോൾ അത് കൊടുക്കാനുള്ള മര്യാദ കാണിക്കണം. ഇത് ചോദിച്ചിട്ട് നാളുകളായി വെയിറ്റ് ചെയ്തു. ബാദുഷയുടെ വേറൊരു സിനിമ റിലീസ് ചെയ്തിട്ട് തരാം. ആ സിനിമയുടെ പേര് വെടിക്കെട്ടെന്നാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജുമാണ് പ്രധാന വേഷത്തിലെത്തിയത്. ആ ചിത്രം നിർമ്മിച്ചത് എൻ.എം. ബാദുഷയാണ് കേട്ടോ. ആ ചിത്രത്തിൻ്റെ റിലീസിന് ശേഷം തരാം എന്നതായിരുന്നു പറഞ്ഞത്. പക്ഷെ ആ ചിത്രം തിയേറ്ററുകളിൽ വലിയ പരാജയമായിരുന്നു. തിയേറ്ററുകളിൽ ആ സിനിമ വിജയിച്ചില്ല. അതായിരിക്കാം കാരണം. എന്തായാലും അതിനുശേഷവും ഹരീഷ് കണാരന് ആ പൈസ തിരികെ കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ, പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴാണ് ഇത് വീണ്ടും സംസാര വിഷയമാകുന്നത് എന്നത് വേണം തന്നെ പറയാൻ. അത് വീണ്ടും ബാദുഷ ഇങ്ങനൊരു വീഡിയോയുമായിട്ട് വരുമ്പോൾ എന്താണ് അതിന് പിന്നിലുള്ള കാരണം, എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്, ഈ ഒരു ചോദ്യം വളരെയധികം പ്രസക്തമല്ലേ. അതായത് ബാദുഷ ഇനി പൈസ തിരികെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നത് മാത്രമല്ല, തന്നെ സിനിമാ ജീവിതത്തിൽ നിന്നും പുറത്താക്കി എന്നത് പോലും ഹരീഷ് കണാരൻ പറയുന്നുണ്ട്. ഹരീഷ് പറയുന്നുണ്ട്, ഞാനിത് പുറത്ത് പറഞ്ഞതിൻ്റെ പേരിൽ ചിലപ്പോൾ നാളെ എനിക്കിനി സിനിമ കിട്ടിയെന്ന് വരില്ല, ഞാൻ സ്റ്റേജ് പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പൊക്കോളാം എന്നത് ഹരീഷ് പറയുന്നതിൻ്റെ കോൺഫിഡൻസ് എന്താണ്? കാരണം കുറച്ച് വർഷങ്ങളായിട്ട് ഹരീഷിന് സിനിമയില്ല. 2014 സിനിമാ മേഖലയിൽ വന്ന ഹരീഷ് കണാരൻ 2020 വരെ സജീവമായി സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഹരീഷ് കണാരൻ കടം കൊടുത്ത് കഴിഞ്ഞതും ഹരീഷ് കണാരൻ പിന്നെ സിനിമയില്ല. 2021 മുതൽ 25 വരെ ഹരീഷ് ആകെ ചെയ്തിരിക്കുന്നത് വിരളിലെണ്ണാവുന്ന സിനിമയാണ്. ഈ വിരളിലെണ്ണാന്ന് പറഞ്ഞാൽ 10-അപ്പുറത്തേക്ക് പോയിട്ടില്ല. 24-25 ഒക്കെ പടങ്ങളില്ല. അജയന് രണ്ടാം മോഷണം എന്ന സിനിമയിൽ തന്നെ ആദ്യം കാസ്റ്റ് ചെയ്തിട്ട് ആ റോളിൽ നിന്നേ പോയി, ആ റോള് കയ്യിൽ നിന്ന് പോയി. അത് എങ്ങനെയാണ് പോയെന്ന് ഹരീഷിനും അറിയില്ല, അജയന് രണ്ടാം മോഷണം എന്ന സിനിമയിൽ നായകനായ ടൊവിനോ തോമസിനും അറിയില്ല. അതിനിടയിൽ മീഡിയേറ്റർ കളിച്ച എൻ.എം. ബാദുഷ ഹരീഷ് കണാരൻ്റെ വേഷം തന്നെ തട്ടിത്തെറിപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം ചോദിച്ച കടം, അതായത് പൈസ ചോദിച്ചത് തിരികെ വാങ്ങിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യം കൂടിയാണ്. അതായത് ഈ മലയാള സിനിമ എന്ന് പറയുന്നത് മാഫിയകളുടെ കൈകളിലാണോ എന്നുള്ള ചോദ്യം വളരെയധികം പ്രസക്തമാകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ തീരുമാനിക്കുകയാണ്. ബാദുഷ ഉൾപ്പെടെയുള്ള ആളുകൾ തീരുമാനിക്കും ആരുടെയൊക്കെ സിനിമകൾ ചെയ്യണം, ആരേതൊക്കെ സിനിമകൾ ചെയ്യണം. എന്നെ എതിർത്താൽ നീ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താണ്. ഇനി അഥവാ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഞാൻ പൈസ തിരികെ തന്നില്ല എന്ന് പറഞ്ഞാൽ ഇതുപോലെ വധഭീഷണി വീഡിയോ മുഴക്കി ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഞാൻ ഇടും എന്ന് പറയാനുള്ള ധൈര്യം അത് തന്നെയല്ലേ ബാദുഷ ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ എഡിറ്റ് ചെയ്ത വീഡിയോ ആണെങ്കിൽ പോലും ഇതാണ് തനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എൻ.എം. ബാദുഷ? ചോദിച്ച പൈസ, അതായത് കടം കൊടുത്ത് വാങ്ങിച്ചിട്ട് അത് തിരികെ ചോദിക്കുമ്പോൾ അത് കൊടുക്കാതെ ഹരീഷ് കണാരൻ ഇപ്പോൾ സഹികെട്ടല്ലേ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിച്ചത്. അല്ലാതെ കഴിഞ്ഞ ആഴ്ച താങ്കൾക്ക് പൈസ കടം തന്നിട്ട് ഒരു ദിവസത്തെ അവധി തെറ്റിച്ചതുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു വന്ന വ്യക്തിയല്ല ഹരീഷ് കണാരൻ. ഹരീഷിൻ്റെ പൈസ, ഹരീഷ് തന്നെ പറയുന്നത് എൻ്റെ കുടുംബവും എൻ്റെ കുട്ടികളും അനുഭവിക്കേണ്ട കാശല്ലേ ആ 20 ലക്ഷം രൂപ. ആ കാശ് എൻ.എം. ബാദുഷ കൊണ്ടുപോകുമ്പോഴേക്കും എൻ്റെ കുടുംബമല്ലേ അത് എഫക്റ്റ് ആവുന്നത്. മാത്രമല്ല പല ഓർഫനേജ് പരിപാടികൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എൻ.എം. ബാദുഷ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന് പോലും സഹായിക്കാൻ ഹരീഷ് കണാരൻ പൈസ കൊടുത്തിട്ടുണ്ട്. ആ പൈസയെ പറ്റിയല്ല ഹരീഷ് കണാരൻ ചോദിക്കുന്നത്. നിങ്ങൾ ഓർഫനേജിന് കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ സാമൂഹിക പ്രവർത്തിക്ക് വേണ്ടിയിട്ടോ ഒക്കെ പൈസ ചോദിക്കുന്നതിൻ്റെ കടം, ആ പൈസയുമല്ല ഹരീഷ് കണാരൻ ചോദിക്കുന്നത്. ഹരീഷ് ചോദിക്കുന്നത് നിങ്ങൾ ഹരീഷിൻ്റെ ഇത് വാങ്ങിച്ച കടമായ 20 ലക്ഷം രൂപയാണ്. അപ്പോൾ അതിന് മറുപടി പറയാതെ എൻ്റെ സിനിമ റിലീസാകട്ടെ, ഇതുപോലെ നിങ്ങളുടെ ഒരു സിനിമ റിലീസാവാൻ വേണ്ടി കാത്തിരുന്നതല്ലേ ഹരീഷ് കണാരൻ. ആ സിനിമയുടെ പേര് വെടിക്കെട്ടെന്നാണ്. അപ്പോൾ വെയിറ്റ് ചെയ്തില്ലേ, ഇനി വീണ്ടും വെയിറ്റ് ചെയ്യണം അടുത്ത സിനിമകളുടെ റിലീസിന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം ചോദിക്കുമ്പോൾ, ഇതെല്ലാം സംസാരിക്കുമ്പോൾ അതിനൊന്നും മറുപടി പറയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ.എം. ബാദുഷ മറുപടി പറയണം. ഇപ്പോൾ 12-ാം തീയതി റേച്ചൽ റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ഇതിന് മറുപടി പറയൂ എന്നൊന്നും പറയുന്ന കാര്യമില്ല. തനിക്കെതിരെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ആ നിഴലിൽ നിന്നും മാറി തൻ്റേതായ വ്യാഖ്യാനങ്ങൾ പറഞ്ഞ് ഇതിൻ്റെ ഈ ഒരു പുകമറ മാറ്റേണ്ടത് വളരെ അനിവാര്യമാണ്. അല്ലാതെ ഒരു വധഭീഷണി വീഡിയോ പോലത്തെ ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അത് മുഴക്കിയിട്ട് പിന്നീട് ഞാൻ എൻ്റെ റിലീസിന് ശേഷം പറയാമെന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ് എൻ.എം. ബാദുഷ?
അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നത്. ഹരീഷ് കണാരൻ നിവൃത്തികേട് കൊണ്ടാണ് സംസാരിക്കുന്നത്, അല്ലാതെ ഞാൻ എന്നും ബാദുഷയ്ക്ക് നേരെ ഇപ്പം അങ്ങ് സംസാരിക്കാം എന്ന് പറഞ്ഞല്ല സംസാരിക്കുന്നത്. നിവൃത്തികേടുണ്ട്. വർഷങ്ങളായി കിട്ടേണ്ട സിനിമകൾ കിട്ടാണ്ട്, എന്താണ് തനിക്ക് ചുറ്റും നടക്കുന്നതെന്ന് അറിയാണ്ട്, പലരും എവിടെ സിനിമയൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ അഭിനയം നിർത്തി എന്ന് പോലും പറയേണ്ടി വരുന്ന ഗതികേടിലായിരുന്നു ഹരീഷ് കണാരൻ. ഹരീഷ് കണാരൻ ഒരിക്കലും ആ തീരുമാനം എടുത്തിരുന്നില്ല താൻ അഭിനയം നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട്. ഗതികേട് കൊണ്ട് സിനിമകൾ വരുന്നില്ല, ആളുകളോട് എന്ത് പറഞ്ഞ് പിടിച്ചു നിൽക്കുമെന്ന് അറിയാത്തത് കൊണ്ടാണ് പറഞ്ഞുകൊണ്ട് കിടന്നത് ഞാൻ അഭിനയം നിർത്തി എന്നുള്ളത്. ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു നടൻ, ഒരു നിർമ്മാതാവ് 20 ലക്ഷം രൂപ പറ്റിച്ചിട്ട് പോകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അയാളുടെ ഉള്ളിൽ വിഷമമുണ്ടാകും. അയാൾ പ്രതികരിക്കും, അയാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കും. അത് തന്നെയാണ് നമ്മളിവിടെയും കണ്ടത്. ഇത് തന്നെയാണ് സംഭവിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ എൻ എം ബാദുഷ മറുപടി പറയണം. റേച്ചൽ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് വരുമൊന്നും കാത്തിരിക്കാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് പറയേണ്ടത്. ഉടനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് എന്താണ് സംഭവിച്ചതെന്നും തൻ്റെ വേർഷൻ എന്താണെന്നുള്ളതും മറുപടി പറഞ്ഞുകൊണ്ട് എൻ എം ബാദുഷ രംഗത്ത് വരണം. അല്ലെങ്കിൽ ഹരീഷ് കണാരൻ പറഞ്ഞതാണ് സത്യമെന്ന് മലയാളികൾ ഉൾപ്പെടെ വിശ്വസിക്കും. അത് തന്നെയാണ് സത്യമെന്ന് ഉറപ്പിക്കുകയും ചെയ്യും. എൻ എം ബാദുഷയാണ് ഇതുപോലെ മൗനം പാലിക്കുന്നതെങ്കിൽ. അത് തന്നെയാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭാവന പനി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. തീപ്പെട്ടിക്കൊള്ളി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വെട്ടം എന്ന സിനിമ 2004 പ്രിയദർശൻ മലയാളികൾക്ക് മുന്നിലേക്ക് തന്നപ്പോൾ അതിലൊരു നായികയും കൂടെ തന്നു. ആ നായികയാണ് അതിൽ അഭിനയിച്ച ഭാവന പനി. വീണ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്, തീപ്പെട്ടിക്കൊള്ളി എന്നാണ് മലയാളി പ്രേക്ഷകർക്കിടയിൽ ഭാവന പനിയെ അറിയപ്പെടുന്നത്. എന്നാലും ഭാവന കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കേട്ടോ. ഭാവനയുടെ കുറച്ച് സ്റ്റിൽസ് ഒക്കെ വെച്ചിട്ട് ഭാവന കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ കുറച്ചധികം വൈറലായി മാറുകയും ചെയ്തു. ഈ പോസ്റ്റ് മലയാളി പ്രേക്ഷകർ വളരെയധികം സ്വീകരിക്കുകയും ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിലൊക്കെ ഒരുപാട് കമൻസാണ് പറയുന്നത്. അതായത് ഇത് കാണാൻ ഐശ്വര്യ റോയെ പോലുണ്ട്, കേർട്ട്നി കോക്സ്, ഇപ്പോൾ ഫ്രണ്ട്സ് എന്ന സീരീസിലെ എല്ലാവർക്കും സുപരിചിതമായ കേർട്ട്നി കോക്സിനെ പോലെ ആണ് ഭാവന ഇതിനകത്ത് ഉള്ളതെന്ന് പറയുന്നു. ഇപ്പോഴും വെട്ടത്തിലെ ഡയലോഗുകളൊക്കെ തന്നെ അതിലെ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയുന്നു. അങ്ങനെ പല കാര്യങ്ങൾ നടക്കുന്നു. ഇപ്പോൾ ഭാവന പനിയെ പിന്നീട് മലയാള സിനിമയിൽ വളരെ സജീവമായിട്ടൊന്നും കണ്ടില്ലെങ്കിൽ പോലും കുറച്ച് പരസ്യങ്ങൾ, കുറച്ച് മറ്റ് ഭാഷകളിലെ സിനിമകളൊക്കെ വെച്ചിട്ടാണ് ഭാവനയെ പിന്നെ കണ്ടത്. പക്ഷേ എത്ര സിനിമകൾ ഭാവനയുടെ ഭാഗത്തു നിന്ന് വന്നാൽ പോലും ആ പഴയ 2004 വെട്ടം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടും അതിലെ ഈ കഥാപാത്രവും തന്നെയാണ് മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും സുപരിചിതമായി നിൽക്കുന്നത്. ഏകദേശം വെട്ടം ഇറങ്ങിയിട്ട് 21 വർഷങ്ങളായി. ഈ 21 വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ട് പോലും ഒരു കഥാപാത്രം ഇത്രയധികം പ്രേക്ഷകർ സ്വീകരിക്കുക, ആ കഥാപാത്രവും ആ നായികയും മലയാളി പ്രേക്ഷകർ പിന്നീട് ഒരു സിനിമകളിലും അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ പോലും അത് വീണ്ടും ആസ്വദിക്കുക, അതിനെപ്പറ്റി വീണ്ടും സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് പൂർണ്ണമായും ഒരു ഭാഗ്യ ഫാക്ടർ എന്ന് പറയുന്ന കാര്യം തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഭാവന പനിയും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കഥാപാത്രം ഒരു പക്ഷേ ഇല്ലായിരിക്കും, ഒരു നായിക കഥാപാത്രം ഒരു പക്ഷേ ഇല്ലായിരിക്കും എന്ന് വേണം തന്നെ പറയാൻ. ഏറ്റവും കൂടുതൽ ആളുകൾ റിലീസ് ചെയ്യാൻ പോകുന്നൊരു ഘട്ടവും കൂടിയാണല്ലോ നിൽക്കുന്നത്. ഇപ്പം എല്ലാ മോഹൻലാൽ സിനിമകളും മമ്മൂട്ടി സിനിമകളൊക്കെ തന്നെ റിലീസ് ചെയ്യാൻ പോകുന്നൊരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇതുവരെ ഒരു ചിത്രവും ദിലീപിൻ്റെ ഭാഗത്ത് നിന്ന് റിലീസായി വന്നിട്ടില്ല. റിലീസ് കാലഘട്ടമൊക്കെ വന്നതിന് ശേഷം മോഹൻലാലിൻ്റെതായി വരുന്ന പല സിനിമകളുമാണ് റിലീസിൽ അതിഗംഭീരമായ റെക്കോർഡുകൾ നേടിക്കൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടി ചിത്രങ്ങൾ അങ്ങനെ ഒരു വലിയ റെക്കോർഡുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇറങ്ങിയ അമരൻ തന്നെ എന്താണ് അവസ്ഥ എന്നുള്ളത് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള അവസ്ഥകളിൽ നിൽക്കുമ്പോൾ പോലും ഒരു ദിലീപ് ചിത്രം പോലും റിലീസിന് വന്നിട്ടില്ല. പല ആരാധകരും ആഗ്രഹിക്കുന്ന ഒരുപാട് റിലീസ് സിനിമകളുണ്ട്. ഇപ്പോൾ കല്യാണരാമൻ ഒഫീഷ്യലി റിലീസ് ചെയ്യാൻ പോവുകയാണെന്ന് ദിലീപ് ഉൾപ്പെടെ വന്ന് പറഞ്ഞിട്ട് പോലും അതിൻ്റെ റിലീസ് ഡേറ്റ് എന്നാണെന്ന് സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ പല സിനിമകളും അതുപോലെ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ കൊച്ചി രാജാവ്, CID മൂസ, പാണ്ടിപ്പട തുടങ്ങിയ സിനിമകളൊക്കെ ദിലീപിൻ്റെതായി റിലീസ് ചെയ്യപ്പെടണം. റൺവേ ഇതൊക്കെ റിലീസ് ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സിനിമയും കൂടി ഉണ്ടെങ്കിൽ അത് വെട്ടമാണ്. വെട്ടം അതൊരു കോമഡി സിനിമ ആയതുകൊണ്ട് മാത്രമല്ല, ഇത്രയധികം ലെജൻസ് ഒരുമിച്ച് വർക്ക് ചെയ്തൊരു സിനിമകൾ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ കൊച്ചിൻ ഹനീഫ, ജനാർദ്ദനൻ, സുകുമാരിയമ്മ, ജഗദീഷ്, നെടുമുടി വേണു, കലാഭവൻ മണി, കലാഭവൻ നവാസ്, ബിന്ദു പണിക്കർ, ഒരു വലിയ താരനിര എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു സിനിമ ഉണ്ടെങ്കിൽ അത് വെട്ടമാണ്. പ്രത്യേകിച്ച് രണ്ടാം പകുതിയൊക്കെ ഹ്യൂമറുകളാൽ സമ്പന്നമായ ഒരു സിനിമയായിട്ടാണ് വെട്ടം. ഈ വെട്ടത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി നമ്മൾ അതിന് വേണ്ടി മാത്രമായിട്ട് സംസാരിക്കേണ്ടി വരും. പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ടല്ല, ഭാവന പനി എന്ന നായികയെക്കുറിച്ചും ഭാവന പനി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങായി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് വെട്ടം എന്ന സിനിമയെക്കുറിച്ച് പോലും നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഈ ഭാവന പനി പിന്നീട് നമ്മൾ ആളുകൾ കാണുന്നത് ഈ വെട്ടം എന്ന റിലീസിനൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം പ്രിയദർശൻ്റെ തന്നെ ആമയും മുയലും എന്ന സിനിമ ഉണ്ടായിരുന്നു. ആമയും മുയലിൽ ജയസൂര്യ നായകനായി എത്തി, അനൂപ് മേനോനും
KPS ലളിതയും ഒക്കെ പ്രധാന വേഷത്തിലെത്തിയ ഒരു സിനിമയായിരുന്നു ആമയും മുയലും. ആമയും മുയലും തിയേറ്ററുകളിൽ വിജയിച്ചില്ല. പക്ഷെ ആ സിനിമയിൽ ഒരു ഐറ്റം ഡാൻസ് പോലത്തെ ഒരു സോങ്ങിൽ ഭാവന പനിയായിരുന്നു എത്തിയത്. ആ നൃത്തക്കാരി ഭാവന പനിയായിരുന്നു. അങ്ങനെ ഭാവനയെ വീണ്ടും മലയാളി പ്രേക്ഷകർ കാണുകയും ചെയ്തു. പിന്നീട് കുറച്ച് പരസ്യങ്ങളൊക്കെ വീണ്ടും ഭാവനയെ കണ്ടെങ്കിൽ പോലും വീണ്ടും ആ വെട്ടം തിയേറ്ററുകളിലേക്ക് വേണം. വെട്ടം വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. ഒന്ന് തിയേറ്ററുകളിൽ ഇരുന്നു കൊണ്ട് ഒന്ന് പൊട്ടിച്ചിരിക്കാനും ഒന്ന് കുടുംബസമേതം അത് വന്ന് കാണാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ഓഡിയൻസ് കൂടിയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഭാവന പനിയോട് വീണ്ടും കമൻറ്റ് സെക്ഷനിൽ വന്ന ആളുകൾ ചോദിക്കുന്നത് വെട്ടം റിലീസ് ചെയ്യുമോ എന്നുള്ളതിനെ പറ്റിയാണ്. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഭാവന അങ്ങനെ ഇൻ്റർവ്യൂസിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ അങ്ങനെ വരാറില്ല. അതുകൊണ്ട് പ്രേക്ഷകർക്ക് ഒരു വലിയ വീണ്ടുമുള്ള അപ്ഡേറ്റുകളോ കാര്യങ്ങളൊന്നും കിട്ടുന്നുമില്ല. ആ ഒരു പശ്ചാത്തലത്തിലും കൂടി നിലവിൽ നിൽക്കുമ്പോഴാണ് ഭാവന പനിയുടെ ഈ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. വേൾഡ് സൈഡ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും വാർത്തകളും വിശേഷങ്ങളുമായി കാണാം. അതുവരെ ഗുഡ് ബൈ.